2020 ലോകകപ്പ് ആണെങ്കിലും ശരി, ഇന്ത്യക്കെതിരൊന്നും നമ്മൾ കളിക്കൂല. പാകിസ്ഥാൻ കട്ടക്കലിപ്പിലാണ്. ഇറ്റലിക്ക് എന്താണ് ക്രിക്കറ്റിൽ കാര്യം? ഇവന്മാർക്ക് ഫുട്ബോൾ കളിച്ചാൽ പോരെ. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന T20 ലോകകപ്പിന്റെ 10ാം പതിപ്പിന് തുടക്കമാവുകയാണ്. ഇറ്റലി അടക്കം 20 ടീമുകളാണ് ഇത്തവണ ലോകകപ്പിന്റെ ഭാഗമാകുന്നത്. 2 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ T20 ലോകകപ്പിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണല്ലോ ഇത്തവണ മത്സരങ്ങൾ നടക്കുന്നത്. ബംഗ്ലാദേശ് ടീമിന്റെ പിന്മാറ്റം കൊണ്ടും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ കളിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടും ടൂർണമെന്റ് ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുകയാണ്. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ അമേരിക്ക, നമീബിയ, നെതർലാൻഡ്, പാകിസ്ഥാൻ തുടങ്ങിയ ടീമുകളാണ്. ഇതിൽ ഫെബ്രുവരി 15-നാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ശ്രീലങ്കയിലെ കൊളംബോയിൽ വെച്ച് നടക്കാനിരിക്കുന്നത്. ഇതിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറുമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടെങ്കിലും ഇത്തവണ ബംഗ്ലാദേശിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നത്. ഇന്ത്യയുമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ മൂലം ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാറ്റിത്തരണമെന്ന് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിനോട് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് മാറ്റി നൽകില്ല എന്ന് മാത്രമല്ല, ടൂർണമെന്റിൽ ബംഗ്ലാദേശിനെ പുറത്താക്കുകയും ചെയ്തു. പകരം സ്കോട്ട്ലൻഡിനെ ഉൾപ്പെടുത്തി. ക്രിക്കറ്റിൽ ഇങ്ങനെ രാഷ്ട്രീയം പാടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ പിന്തുണക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുമായിട്ടുള്ള മത്സരം ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നത്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പൊക്കെ ഇക്കാര്യത്തിൽ പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്. മത്സരം ബഹിഷ്കരിച്ചാൽ വലിയ നിയമ നടപടികൾ തന്നെ നേരിടേണ്ടി വരുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മത്സരത്തിനായിട്ട് ഞങ്ങൾ ശ്രീലങ്കയിൽ ഫെബ്രുവരി 15-ന് പോകും. പാകിസ്ഥാന്റെ കാര്യം എന്താണെന്ന് അറിയില്ല, ICC ആണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സരത്തിന് ഇന്ത്യ റെഡിയാണെന്നാണ്. കൂടുതൽ ടീമുകളെയൊക്കെ ഉൾപ്പെടുത്തി ക്രിക്കറ്റിന്റെ പോപ്പുലാരിറ്റി ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തവണ ഇറ്റലി പോലെയുള്ള കുഞ്ഞൻ ടീമുകളെയൊക്കെ ലോകകപ്പിന്റെ ഭാഗമാക്കിയിരിക്കുന്നത്. എന്തായാലും 2007-ൽ തുടങ്ങിയിട്ടുള്ള ഈ ഒരു T20 ലോകകപ്പിൽ 2007-ൽ തന്നെ മഹേന്ദ്ര സിംഗ് ധോണിയുടെ കീഴിലും പിന്നീട് കഴിഞ്ഞ തവണ 2024-ൽ രോഹിത് ശർമ്മയ്ക്ക് കീഴിലും ഇന്ത്യ 2 തവണ ചാമ്പ്യന്മാരായിരുന്നു. T20 ലോകകപ്പിന്റെ 10ാം എഡിഷനിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് കീഴിൽ ഈ T20 ലോക കിരീടം ഇന്ത്യക്ക് നിലനിർത്താൻ സാധിക്കുമോ എന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്.